മനുഷ്യ ഭ്രൂണത്തിൻ്റെ വളർച്ച അത്ഭുതകരമാണ്. ഗർഭധാരണത്തെക്കുറിച്ചും LMPയെക്കുറിച്ചും EDDയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. 40 ആഴ്ച അല്ലെങ്കിൽ 9 മാസവും 9 ദിവസവുമാണ് സാധാരണഗതിയിൽ മനുഷ്യഭ്രൂണത്തിൻ്റെ ജസ്റ്റേഷൻ പീരിയഡ്, അതായത് ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള അതിൻ്റെ വളർച്ചാ കാലഘട്ടം. ഫീറ്റൽ ഡെവലപ്മെൻറ്റ് പീരിയഡ് ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ അണ്ടിൽ ബർത്ത്. ഗർഭാവസ്ഥയിലുള്ള മനുഷ്യഭ്രൂണത്തിൻ്റെ വളർച്ചാഘട്ടങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് ഇനി നാം മനസ്സിലാക്കുന്നത്. സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. എല്ലാ കൂട്ടുകാർക്കും VHSC വിദ്യാലയം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ജസ്റ്റേഷൻ പീരിയഡിൽ പ്രധാനമായും 3 വളർച്ചാഘട്ടങ്ങളാണുള്ളത്. 1 ജേർമിനൽ പീരിയഡ്, 2 എംബ്രിയോണിക് പീരിയഡ്, 3 ഫീറ്റൽ പീരിയഡ്. ഏറ്റവും അവസാനം ആർത്തവം ആരംഭിച്ച ദിവസം മുതലാണ് ജസ്റ്റേഷൻ പീരിയഡ് നാം കണക്കാക്കുന്നത്, അതായത് LMP മുതൽ. ആദ്യത്തെ 2 ആഴ്ചയാണ് ജേർമിനൽ പീരിയഡ്, ശേഷം 8 ആഴ്ച വരെയാണ് എംബ്രിയോണിക് പീരിയഡ്, 9 ആഴ്ച മുതൽ പ്രസവം വരെയാണ് ഫീറ്റൽ പീരിയഡ്. ജേർമിനൽ പീരിയഡ് എന്താണെന്ന് നോക്കാം. ഗർഭാശയത്തിൻ്റെ ചിത്രീകരണം ശ്രദ്ധിക്കുക. അണ്ഡാശയത്തിൽ നിന്ന്, അതായത് ഓവറിയിൽ നിന്ന് അണ്ഡം ഓവം ഉത്സർജിക്കപ്പെട്ട് ഫെലോപ്യൻ ട്യൂബിലൂടെ ഗർഭാശയത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നു. പുരുഷബീജം സ്പേം ഈ സമയത്ത് ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് അണ്ഡവുമായി ചേർന്ന് ബീജസങ്കലനം നടത്തുന്നു. അതാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ വളർച്ച ആരംഭിക്കലായി. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ തന്നെ കോശ വിഭജനം, സെൽ ഡിവിഷൻ തുടങ്ങുന്നു. The germinal stage begins at conception when the sperm and egg cell unite in one of the 2 fallopian tubes. Fertilization. The fertilized egg is called zygote. ഫെലോപ്യൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസ്ഡ് എഗ് ആണ് സൈഗോട്ട് എന്നറിയപ്പെടുന്നത്. Cell division begins approximately 24 to 36 hours after conception through the process of mitosis. മൈറ്റോസിസ് എന്ന പ്രക്രിയ വഴിയാണ് കോശ വിഭജനം സാധ്യമാക്കുന്നത്. Sperm and ovum has 23 chromosomes each, fertilized to form 46 in the final zygote. സ്പേമിലും ഓവത്തിലും 23 ക്രോമസോമുകൾ വീതമാണുള്ളത്. ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ആകുമ്പോൾ 46 ക്രോമസോമുകൾ ഉണ്ടാകുന്നു. മനുഷ്യന് 46 ക്രോമസോമുകളാണല്ലോ ഉള്ളത്. കോശ വിഭജനം ദ്രുതഗതിയിലാണ് നടക്കുക. 5-6 ദിവസം കൊണ്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റ് രൂപപ്പെടുന്നത്. 72 hours after fertilization, a normally developing zygote may contain about 6 to 10 cells. By 5th or 6th day, it is known as blastocyst. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ സെൽസിൽ നിന്നാണ് പ്ലാസൻ്റ രൂപപ്പെടുന്നത്. ഇന്നർ സെൽസ് എംബ്രിയോയായി രൂപപ്പെടുന്നു. The outer cells will become the placenta, while the inner cells form the embryo. കോശ വിഭജനം നടക്കുന്നതിനോടൊപ്പം ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയത്തിലേക്കുള്ള യാത്രയിലാണ്. ഫെലോപ്യൻ ട്യൂബിൽ നിന്ന് 5-6 ദിവസം കൊണ്ടാണ് ഗർഭാശയത്തിലെത്തി ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്നത്. ഇതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഫൈനലി, ആഫ്റ്റർ എ വീക്ക് ജേർണി, ദ ബ്ലാസ്റ്റോസിസ്റ്റ് arrives at the uterus and attaches to the uterine wall. ഈ സമയത്ത് ചില പ്രധാനമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. Levels of beta HCG hormone produced by the blastocyst quickly increases. ബീറ്റാ HCG ഹോർമോൺ ലെവൽ വർദ്ധിക്കുന്നു. ഇതിനാലാണ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ഉപയോഗിച്ച് ഗർഭം ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നത്. Ovaries produce more estrogen and progesterone. Increased levels of these hormones stop menstrual period and fuel the growth of the placenta. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്നതിനാൽ ആർത്തവം നിലക്കുകയും പ്ലാസൻ്റ വളർച്ച സജീവമാവുകയും ചെയ്യുന്നു. ഗർഭകാലത്തെ സാധാരണയായി 3 ആയി തിരിക്കാറുണ്ട്. ആദ്യത്തെ 3 മാസം
ഫസ്റ്റ് ട്രൈമസ്റ്റർ. രണ്ടാമത്തെ 3 മാസം സെക്കൻഡ് ട്രൈമസ്റ്റർ. ശേഷമുള്ള മാസങ്ങൾ തേർഡ് ട്രൈമസ്റ്റർ. ഗർഭാശയത്തിൽ ഭ്രൂണത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നത് പ്ലാസന്റയാണ്. The placenta is an organ that develops during pregnancy and it is attached to the wall of the uterus. The umbilical cord connects the placenta to the baby. The placenta is expelled from the body after the birth of baby. ഗർഭകാലത്ത് രൂപപ്പെടുന്ന ഒരു അവയവമാണ് പ്ലാസന്റ. ഗർഭാശയ ഭിത്തിയോട് ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. അംബിലിക്കൽ കോഡാണ് പ്ലാസന്റയെ ഭ്രൂണവുമായി ബന്ധപ്പെടുത്തുന്നത്. പ്രസവാനന്തരം പ്ലാസന്റ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. പ്ലാസന്റയാണ് ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എത്തിച്ചു നൽകുന്നത്. അതുപോലെ വേസ്റ്റ് പ്രൊഡക്ട്സിനെ ഭ്രൂണത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. പ്ലാസന്റ ഡെലിവേഴ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഫീറ്റസ്, റിമൂവ്സ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ ഫീറ്റസ്. ആംനിയോട്ടിക് മെംബ്രെയിൻ ഈസ് എ തിൻ മെംബ്രെയിൻ ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ പ്ലാസന്റ. പ്ലാസന്റയുടെ അകംഭിത്തിയിലുള്ള ഒരു സ്തരമാണ് ആംനിയോട്ടിക് മെംബ്രെയിൻ. ഇറ്റ് സറൗണ്ട്സ് ദ എംബ്രിയോ ആൻഡ് ഈസ് ഫിൽഡ് ബൈ ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഭ്രൂണത്തെ മുഴുവനായും പൊതിഞ്ഞിരിക്കുകയാണ് ആംനിയോട്ടിക് സ്തരം. ആംനിയോട്ടിക് ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുമുണ്ട്. എംബ്രിയോണിക് പീരിയഡിൽ ഭ്രൂണത്തിന് 3 സെൽ ലെയേഴ്സ് ഉണ്ട്. 1 എക്ടോഡേം, 2 മെസോഡേം, 3 എൻഡോഡേം. എക്ടോഡേം ഏറ്റവും പുറമെയുള്ള പാളിയാണ്. സ്കിന്ന്, നെർവസ് സിസ്റ്റംസ്, ഐസ്, ഇന്നർ ഇയേഴ്സ് തുടങ്ങിയവ എക്ടോഡേമിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മിസോഡേം മധ്യഭാഗത്തുള്ള പാളിയാണ്. സർക്കുലേറ്ററി സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം, കിഡ്നീസ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തുടങ്ങിയവ മിസോഡേമിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എൻഡോഡേം അകത്തുള്ള പാളിയാണ്. ലങ്സ് ആൻഡ് ഇൻറ്റസ്റ്റീൻസ് ഇവ എൻഡോഡേമിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. 8 ആഴ്ചയാകുമ്പോഴേക്കും ഏകദേശം എല്ലാ ആന്തരിക അവയവങ്ങളുടെയും അടിസ്ഥാന രൂപങ്ങൾ ഭ്രൂണത്തിലുണ്ടാകുന്നു. ഏകദേശം 1 ഇഞ്ച് മാത്രമാണ് ഈ സമയത്ത് ഭ്രൂണത്തിൻ്റെ വലുപ്പം. 9 ആഴ്ച മുതൽ ഫീറ്റൽ പീരിയഡാണ്. 12 ആഴ്ച ആകുമ്പോൾ 1.5 ഇഞ്ച് വലുപ്പമാണ് ഭ്രൂണത്തിനുണ്ടാവുക. ഏറെക്കുറെ ഭ്രൂണത്തിന് ഒരു മനുഷ്യരൂപം കൈവരുന്നു, തല വലുതാണെങ്കിലും. 12 ആഴ്ചയോടെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ അവസാനിക്കുന്നത്. 16 ആഴ്ച പ്രായമാകുമ്പോൾ തല നിവരുന്നു, മുഖം കൂടുതൽ വ്യക്തമാകുന്നു, ഭ്രൂണത്തിൻ്റെ ചലനങ്ങൾ സ്കാനിങ്ങിൽ കണ്ടെത്താനാകുന്നു. 6 ഇഞ്ച് വലുപ്പമാണ് 20 ആഴ്ചയാകുമ്പോൾ ഭ്രൂണത്തിനുണ്ടാവുക. അമ്മക്ക് കുഞ്ഞിൻ്റെ ചലനങ്ങൾ അറിയാൻ സാധിക്കും. ക്യുക്കനിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 18 ആഴ്ചയാകുമ്പോൾ തന്നെ കുഞ്ഞിന് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നു. 24-ാമത്തെ ആഴ്ചയിൽ തന്നെ 8 ഇഞ്ച് വലുപ്പമുള്ള ഭ്രൂണത്തിന് അമ്മയുടേതുപോലുള്ള പരിചിത ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. 26-ാമത്തെ ആഴ്ചയിൽ ലങ്സ് ഡെവലപ്പാകുന്നു. 27-ാമത്തെ ആഴ്ചയോടുകൂടി 2ാം ട്രൈമസ്റ്ററും അവസാനിക്കുന്നു. 28 ആഴ്ച പ്രായമാകുമ്പോൾ 10 ഇഞ്ച് വലുപ്പം വെക്കുന്നു. അതുപോലെ കുഞ്ഞിൻ്റെ കണ്ണുകൾ പാർശ്വലി ഓപ്പണായി കാണപ്പെടുന്നു. 40-ാമത്തെ ആഴ്ചയാണല്ലോ ഗർഭകാലം പൂർത്തിയാകുന്നത്. 36 ആഴ്ചയാകുമ്പോൾ തന്നെ ഭ്രൂണത്തിന് 18 ഇഞ്ചോളം വലുപ്പമുണ്ടായിരിക്കും. ഡെലിവറി പൊസിഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും, അതായത് തലഭാഗം താഴേക്ക് വരുന്ന രൂപത്തിൽ. 40 ആഴ്ചയിലെത്തുന്ന കുഞ്ഞുങ്ങളെ ഫുൾ ടേം ആയാണ് കണക്കാക്കുന്നത്. സാധാരണഗതിയിലുള്ള EDD പ്രകാരമുള്ള പ്രസവം നടക്കുന്നു. നമ്മുടെ നാട്ടിൽ 2.5 കിലോഗ്രാം മുതൽ 3.5 കിലോഗ്രാം വരെയുള്ള തൂക്കമാണ് നോർമലായി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. ആരോഗ്യകരമായ ഗർഭകാലത്തിനും ആരോഗ്യമുള്ള കുഞ്ഞിനും മികച്ച ഗർഭകാല പരിചരണം ആവശ്യമാണ്. ശാസ്ത്രീയമായ ഗർഭകാല പരിചരണമാണ് ആൻറ്റിനേറ്റൽ കെയർ.
systemic care of women during pregnancy. It ensures normal pregnancy with delivery of a healthy baby from a healthy mother. ആൻറ്റിനൈറ്റൽ കെയറിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പഠിക്കാം. താങ്ക് യു.